നിധിക്ക് വലിയൊരു ഓഫീസിൽ ജോലി കിട്ടുകയാണ്. അതിനെ തുടർന്ന് നിധിയും നികേഷുമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പുറത്ത് പോകുന്നുണ്ട്. സുഭാഷിനോട് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ, ഞാനും നികേഷുമായിട്ട് എനിക്ക് ഓഫീസിലിടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഡെയിലി ഓഫീസിൽ പോകാനുള്ളതല്ലേ സുഭാഷ് ചേട്ടാ, മാറി മാറി ഇട്ടുകൊണ്ട് പോകണം. വീട്ടിൽ നിന്ന് വന്നേ പിന്നെ ഒത്തിരി ഡ്രസ്സൊന്നും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ലല്ലോ. വീട്ടിലായിരുന്നെങ്കിൽ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുഭാഷിനായിരുന്നാലും മനസ്സിന് വല്ലാതെ സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. ശരി മോളെ, മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞ് നികേഷും നിധിയുമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ അവർ ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ സുധീഷും അവിടെയുണ്ട്. സുധീഷ് ചോദിക്കുന്നുണ്ട്, എവിടെയാടാ നീ നിൻ്റെ ഏട്ടത്തെയും കൊണ്ട് പോയത്? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഏട്ടൻ അറിഞ്ഞില്ലായിരുന്നോ, ഞങ്ങൾ കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ ഇറങ്ങിയതാ. അപ്പോൾ നിധിയും പറയാണ്, എന്താ സുധീഷേ, ഞാനും നികേഷും കൂടെ എനിക്ക് ഓഫീസിലോട്ട് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയതാ. ഇത്രയും ഡ്രസ്സ് എടുത്തോ നിധി? ഇതിപ്പോൾ ഒരുപാട് കവറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ എങ്ങനെയാണ് പോയത്? ഞാൻ കാറ് കൊണ്ട് വരുമായിരുന്നല്ലോ, കാറിൽ നമുക്ക് പോകായിരുന്നില്ലേ? എനിക്കെന്തോ ബസ്സിൽ ഞാനും നികേഷുമായിട്ട് അന്നൊരിക്കൽ പോയ പിന്നെ എനിക്കിപ്പോൾ ബസ്സിൽ പോകുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതിപ്പോൾ ഇത്രയും നാളും എ സി ഒക്കെ കൊണ്ട് കാറിൽ പോയതുകൊണ്ടാണ് ഇപ്പോൾ നിധിക്ക് ബസ്സിൽ കയറാൻ താല്പര്യം. ഇപ്പോൾ ബസ്സിൽ കയറിയവരായിരുന്നെങ്കിൽ അവർക്ക് നേരെ തിരിച്ചായേനെ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അല്ല സുധീഷ് ചേട്ടാ, അല്ലെങ്കിലും ഈ കാറിൽ പോകുന്നതിനേക്കാളും സുഖം ബസ്സിൽ പോകുന്നതിന് തന്നെയാണ്. കപ്പലണ്ടിയൊക്കെ കുറിച്ച് നമുക്കിങ്ങനെ പാട്ടൊക്കെ കേട്ട് സുഖിച്ച് പോയിക്കൂടെ, പിന്നെന്താ എന്നിങ്ങനെ കേക്ക് പറയുമ്പോൾ നിധിയും പറയുന്നുണ്ട്, അതെ അതെ അതെ, നികേഷ് പറഞ്ഞതാ സത്യം. എനിക്കും ഇപ്പോൾ ബസ്സിൽ പോകുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. അല്ലാതെ കാറിൽ അടച്ചു മൂടിയിരുന്ന് പോവാൻ എന്തോ ഒരു വിമ്മിഷ്ടം പോലെ തോന്നുന്നു. അപ്പോൾ എന്നിട്ട് നിധിയുടെ കയ്യിലിരുന്ന കുറച്ച് ഡ്രസ്സ് നികേഷിനുള്ള ഷർട്ടൊക്കെ എടുത്തിട്ട് നികേഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഹരീഷിനും ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഹരീഷിൻ്റെ കയ്യിലും കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതാ ഹരീഷേ, എന്താ ഏട്ടത്തി ഇത്? അത് ഞാനൊന്ന് നിനക്കൊരു ഷർട്ട് വാങ്ങിച്ചതാ, കൊള്ളാമെന്ന് നോക്കിക്കേ. അപ്പോൾ ഹരീഷും പറയണം, അയ്യോ ഏട്ടത്തിയുടെ സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട്, എനിക്കില്ലാത്ത കളറായിരുന്നു. ഏട്ടത്തിക്ക് ഇത്രയും ഡ്രസ്സിങ് സെൻസ് ഉണ്ടെന്നേ എനിക്കറിയില്ലായിരുന്നു. എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഏട്ടത്തി, താങ്ക് യു എന്ന് പറഞ്ഞതിന് ശേഷം നിധി പറയണ, ശരി ശരി. അങ്ങനെ ഹരീഷിനുള്ള ഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം നിധി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സുധീഷ് നോക്കുകയാണ്, ഇതെവിടേക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്? എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കറിൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, എന്താ മോളെ ഇത്? അച്ഛന് ഞാനൊരു ഷർട്ടും മുണ്ടും വാങ്ങിയതാ. അച്ഛന് ഇല്ലാത്തൊരു കളറാണ്, അച്ഛന് ചേരുന്നുണ്ടോ എന്ന് നോക്കട്ടെ, അച്ഛനൊന്ന് മാറിയിട്ട് വന്നേന്ന്. ഭാസ്കറിന് ആ ഡ്രസ്സൊക്കെ കൊടുക്കുമ്പോഴും ഇതുവരെ ഒരു മകളുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഒരു സ്നേഹമൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ ഭാസ്കറിന് വല്ലാതെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. ഭാസ്കറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ട് നദിയോട് ചോദിക്കുകയാണ്, എന്തിനാ മോളെ ഇപ്പോൾ ആവശ്യമില്ല ഇതൊക്കെ വാങ്ങിച്ചത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ മോളെ? അച്ഛനിപ്പോൾ ഇഷ്ടംപോലെ മുണ്ടും ഷർട്ടും ഒക്കെ ഉണ്ടല്ലോ, ഇനി ഈ കിളവന് ഇതൊക്കെ അണിഞ്ഞൊരുങ്ങി ആരെ കാണിക്കാനാ മോളെ? അല്ല അച്ഛാ, എൻ്റെ ഒരു സന്തോഷത്തിന് വാങ്ങിച്ചു തന്നെയല്ലേ. അച്ഛൻ അതൊന്ന് ചെന്ന് മാറിയിട്ട് വന്നേ, ചേരുന്നുണ്ടോയെന്നൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഭാസ്കരൻ ശരി മോളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അടുത്ത പൊതി എടുത്തിട്ട് നേരെ കൊടുക്കുന്നത് സുഭാഷിനാണ്. അപ്പോൾ സുഭാഷും പറയാണ്, എന്തിനാ മോളെ എനിക്ക് ഇതൊക്കെ വാങ്ങിച്ചത്? എനിക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ മോളെ? ഞാനിവിടെ സാധാരണ പണിക്ക് പോകുന്ന ആൾ, ഈ മുണ്ടു ഷർട്ടൊക്കെ കൊടുത്തോണ്ട് ഏട്ടൻ എവിടെ പോവാനാ? അപ്പോൾ നിധി പറയാണ്, ഏട്ടാ അങ്ങനെയൊന്നും പറയരുതേ, ഏട്ടന് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടൂടെ? ഞാനൊരു സ്നേഹത്തിൻ്റെ പുറത്ത് വാങ്ങി തന്നെയല്ലേ ഏട്ടാ, ഏട്ടൻ വേണ്ടാന്ന് പറയരുത്. അപ്പോൾ സുഭാഷ് വീണ്ടും പറയാണ്, മോളെ ഞങ്ങളല്ലേ മോളെ നിനക്ക് ഇതൊക്കെ തിരിച്ച് വാങ്ങി തരേണ്ടത്. ഇതുവരെയായിട്ടും ഞങ്ങൾ ഇതുപോലെ നിനക്കൊരു ഡ്രസ്സോ ഒന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. അതിനെന്താ ഏട്ടാ, അത് സാരമില്ല. ഏട്ടൻ എനിക്ക് ഒരുപാട് സ്നേഹം തരുന്നില്ലേ? എൻ്റെ സ്വന്തം ചേട്ടൻ തരാത്തതിനേക്കാളും കൂടുതൽ സ്നേഹം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് തോന്നിയത്. നിങ്ങളെല്ലാവരും എൻ്റെ സഹോദരങ്ങളെ പോലെയല്ലേ, അതല്ലേ നിങ്ങൾക്ക് ഞാൻ ഓരോന്ന് വാങ്ങിത്തരുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് പറയരുത്, ഞാൻ സ്നേഹത്തോടെ വാങ്ങിത്തരുന്നതാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, ശരി മോളെ ശരി, ഏട്ട ഇനി വേണ്ടാന്ന് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും സുധീഷിന് മനസ്സിൽ തോന്നുന്നുണ്ട്, ഇനി അടുത്തൊരു പൊതി ഇരിക്കുന്നുണ്ട്, അത് എനിക്ക് തന്നെ വാങ്ങിയതായിരിക്കും, നിധി എനിക്കിഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ തരാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ അടുത്ത ആ പൊതി എടുക്കുന്ന സമയത്ത് സുധീഷ് ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ നിധി മൈൻഡ് ചെയ്യാതെ തന്നെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്താടാ എനിക്ക് മാത്രം അവളൊന്നും വാങ്ങി തന്നില്ലല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഷർട്ടും ആ പുറത്തിരിക്കുന്ന അയാൾക്ക് വരെ ഷർട്ടും കൊണ്ടും വാങ്ങി കൊടുത്തു, എന്നിട്ട് എനിക്ക് ഇതുവരെ ആയിട്ടും അവളൊരു ഷർട്ട് വാങ്ങി തന്നില്ലല്ലോടാ. അവൾക്ക് എന്നോട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനീ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ ആണെന്നാണ് തോന്നുന്നത്.
ആ സമയത്ത് നികേഷ് പറയാണ്, അറിയില്ല സുധീഷ് ഏട്ടാ ഏട്ടന് വാങ്ങിയോ ഇല്ലേ എന്നുള്ള കാര്യം. എൻ്റെ ഷർട്ട് എന്തായാലും പൊളിച്ചിട്ടുണ്ട്, ഏട്ടത്തേക്ക് നന്നായിട്ട് അറിയാം ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്. എനിക്ക് നോക്കിയേ, എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു കളറായിരുന്നു. ഓ അടിപൊളിയായിട്ടുണ്ട്. ആ സമയത്ത് ഭാസ്കരനും ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനും പറയുന്നുണ്ട്, മോളെ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു കളറായിരുന്നു. നിനക്കെങ്ങനെ മനസ്സിലായി അച്ഛൻ ഈ ഒരു കളറില്ല, ഈ ഒരു കളറൊക്കെയാണ് അച്ഛന് കൂടുതൽ ഇഷ്ടമെന്ന്? അതെന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരുപാട് നാളായില്ലേ ഇവിടെ താമസം തുടങ്ങിയിട്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ സ്വഭാവവും മനസ്സും ഒക്കെ എനിക്കറിയാം, നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മകളും ഒക്കെ. അങ്ങനെ ഞാനൊരു ഉദ്ദേശത്തിൽ വാങ്ങിച്ചതാ. അച്ഛന് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളെ. ഇതുവരെ ഇങ്ങനെ നമുക്ക് ആരും ഗിഫ്റ്റൊന്നും വാങ്ങി തന്നിട്ടില്ല. ഇതിപ്പോൾ നീ വാങ്ങിത്തരുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമുണ്ട്. അതിനുശേഷം സുധീഷ് റൂമിനകത്തേക്ക് പോകുമ്പോൾ നിധി വീണ്ടും ഒരു കവറിൽ എന്തോ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സുധീഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതാ സുധീഷിനുള്ള ഷർട്ടാ. അപ്പോൾ സുധീഷിന് ഈ ഷർട്ടൊക്കെ കിട്ടുന്ന സമയത്ത് സുധീഷ് അങ്ങ് വലിയ സന്തോഷത്തിലാവുകയാണ്. സുധീഷിന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. സുധീഷ് ചോദിക്കുകയാണ്, നിധി എനിക്ക് തന്നെയാണോ ഇത് വാങ്ങിയത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിധി എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ സുധീഷ്, ഇത് സുധീഷിനെ തന്നെ വാങ്ങിയതാ, നോക്കിക്കേ ഇഷ്ടപ്പെട്ടോന്ന്. അപ്പോൾ സുധീഷ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാവുകയാണ് ആ ഒരു ഷർട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിധി. നിധിക്ക് എങ്ങനെ അറിയാം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ? ഞാനൊരു ഉദ്ദേശം വെച്ച് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇഷ്ടമായല്ലോ അല്ലേ? ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. അങ്ങനെ ഇനി ചോദിക്കാനുണ്ടോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ വലിയ ഗമയോടുകൂടി ഇത് ഹരീഷിനെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എനിക്കും കിട്ടിയടാ, നീ എന്താ വിചാരിച്ചിരുന്നത്? നിധി എനിക്ക് മാത്രം വാങ്ങില്ല എന്നോ? എനിക്കറിയാം നിധിയുടെ മനസ്സ്. എന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് അവളുടെ ഇഷ്ടത്തോടെ തരാനായിരിക്കും അങ്ങനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തരാതിരുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, നല്ല അടിപൊളി കളറ്, എനിക്കൊരുപാട് ഇഷ്ടം. നിധിക്കറിയാം എനിക്ക് ഈ കളറൊക്കെ നന്നായിട്ട് ചേരുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ആളായിട്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിധി പറയുന്നത്, ഏട്ടാ എനിക്ക് നാളെ ഓഫീസിൽ പോകണം, രാവിലെ പോകണമെന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നിധി റെഡിയായി പുറത്തേക്ക് വരുന്ന സമയത്ത് സുധീഷിനെ എപ്പോഴും നിധി ഇങ്ങനെ സാരിയെ കൊടുത്ത് വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സുധീഷ് ഇങ്ങനെ പതുക്കെ അടുത്ത് ഹരീഷിനോട് പറയുന്നുണ്ട്, നോക്കടാ ആ സാരിയിൽ എത്ര സുന്ദരിയായിരിക്കുന്നു നിധിയെന്ന്. ഞാൻ എന്തായാലും ഭാഗ്യവാൻ തന്നെ അല്ലേ ഹരീഷേ എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, കൂടുതൽ അങ്ങ് പൊങ്ങണ്ട ഏട്ടത്തി അമ്മേ, ഇത് കേൾക്കണ്ട കേട്ടോ, അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സുഭാഷ് നിധിക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മോളെ ഇത് കഴിച്ചിട്ട് പോകും മോളെ. വേണ്ട ഏട്ടാ, എനിക്കിത് വേണ്ട, ഇപ്പോൾ വേണ്ട ഏട്ടാ, എനിക്കെന്തോ വലിയ ടെൻഷൻ. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയ കാര്യം ഏട്ടൻ അറിയില്ലേ, വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ പോയത്. എനിക്കെന്തോ അങ്ങോട്ട് ഭയങ്കര ടെൻഷൻ, എനിക്ക് വേണ്ട ഏട്ടാ. മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, കഴിച്ചിട്ട് പോകണം. അങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മൾ വിശന്ന് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് തന്നെ അത് കിട്ടും. അതുകൊണ്ട് മോളൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയാൽ മതി, ആദ്യം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് സുഭാഷ് നിർബന്ധിച്ച് തന്നെ നിധിയെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. നിധി ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഏട്ടാ എനിക്ക് മതിയായി, ഇനി എന്നെ നിർബന്ധിക്കരുത് ഏട്ടാ, എനിക്കെന്തോ ഭയങ്കര ടെൻഷൻ, ഇനി പോയിട്ട് വന്നാവട്ടെ എന്ന് പറഞ്ഞ് പാത്രമൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോകുന്ന സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, എന്താ മോളെ ഇത്, ജോലിക്ക് പോവേലേ, ഇനി എന്തിനാ അടുക്കളയിലോട്ട് പാത്രം കൊണ്ട് വയ്ക്കുന്നതും കഴുകാനൊക്കെ പോകുന്നത്? മോള് കൈയൊക്കെ കഴുകി വിളകും കത്തിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയേ, അത് മോൾക്ക് തന്നെ കിട്ടും, ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ നിധി വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ച് സുധീഷിനൊപ്പം കാറിൽ കയറുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് സുധീഷാണെങ്കിൽ നിധിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സുധീഷ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ആ ഗിഫ്റ്റൊക്കെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നിധി അത് സ്വീകരിക്കുമോ, അവൾക്കത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ വല്ലാതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ നിധി ചോദിക്കുകയാണ്, എന്താ സുധീഷ്, അല്ലെങ്കിൽ ചിലപ്പോഴാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ, ഇന്നെന്തേ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അല്ല നിധി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു ഗിഫ്റ്റ് തന്നാൽ നിധി അത് വാങ്ങുമോ? ഇല്ല, വാങ്ങില്ല എങ്കിൽ നിധി ആദ്യമേ പറയണം കേട്ടോ, പിന്നെ എനിക്ക് സങ്കടമൊന്നുമില്ല, ആ കടയിൽ തന്നെ തിരിച്ചങ്ങ് കൊണ്ട് കൊടുക്കാമല്ലോ, അപ്പോൾ അതിൻ്റെ പൈസയും വാങ്ങിക്കാമല്ലോ, അതുകൊണ്ടാണ്. നിധി എത്ര രൂപ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി, ഇതൊക്കെ എവിടെന്നാ നിധി എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ്, അതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് പോയിരുന്ന സമയത്തെ കുറച്ച് പൈസയും കൂടി ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ എന്താ അവിടെ ചെന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ കടയിൽ? ഇപ്പോഴാണോ സുധീഷ് ഇതൊക്കെ ആലോചിക്കുന്നത്? അല്ല, അതുകൊണ്ടല്ല, തന്നതിന് തിരിച്ചു തരികയാണെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഒത്തിരി നാളുകൊണ്ട് വിചാരിച്ചിരുന്നതാ നിധിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി തരണമെന്ന്.
നിധി വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി വാങ്ങിയില്ലെങ്കിൽ ദേഷ്യപ്പെടരുത് എന്നോട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആദ്യം സുധീഷ് ഗിഫ്റ്റ് കാണിക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ സുധീഷ് ഇങ്ങനെ ഒരു ടെൻഷനോട് കൂടിയാണ് ആ ഗിഫ്റ്റ് എടുത്ത് നിധിയുടെ കയ്യിൽ കൊടുക്കുന്നത്. നിധി അത് പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് നിധിക്ക് ആ ഗിഫ്റ്റ് വലിയ ഇഷ്ടപ്പെടുകയാണ്. ഒരു വാച്ചാണ് സുധീഷ് നിധിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്താ സുധീഷ് എനിക്ക് വാച്ച് തന്നെ തരാൻ കാര്യം? എനിക്ക് ഇത്രയും ഇഷ്ടമാണെന്ന് അറിയായിരുന്നോ? അല്ല, ഈ വാച്ച് നിധിക്ക് നന്നായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സുധീഷ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നിധി ആ ഗിഫ്റ്റ് എടുത്ത് ബാഗിലേക്ക് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം സുധീഷിനോട് പറയുകയാണ്, സുധീഷേ, ഞാനിത് ഇൻ്റർവ്യൂവിന് പോകുന്നതല്ല, ജോലിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്നെയും കാത്ത് സുധീഷ് ഇവിടെ നിൽക്കണ്ട. വൈകുന്നേരം ഞാൻ അങ്ങ് ബസ്സിൽ വന്നോളാം. അയ്യോ നിധി, ഒറ്റയ്ക്ക് വരാനോ? എന്താ സുധീഷേ, ഞാൻ ബസ്സിലല്ലേ വരുന്നത്, പിന്നെ എന്താ? അല്ല നിധി, ഇന്നത്തേക്ക് ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതിനുശേഷം കുറച്ച് പരിചയമൊക്കെ ആവുമ്പോൾ നീ ബസ്സിൽ വന്നോ എന്ന് പറയുമ്പോൾ നിധി പറയാണ്, ശരി സമയമായി, ഞാൻ വിളിക്കാമേ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ ചെന്ന് ജോലിക്കൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പേരെ പരിചയമൊക്കെ പെട്ടതിന് ശേഷം ഇങ്ങനെ നികേഷ് ആലോചിക്കുന്നുണ്ട്, അയ്യോ ഏട്ടത്തി ജോലിക്ക് കയറി കാണോ, അവിടെ എന്തെങ്കിലും പ്രശ്നം കാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, പറ മോനെ, എന്താ? ഏട്ടത്തിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നല്ലോ? ജോലിയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ആരെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമോ ഏട്ടത്തി? കിട്ടി. എനിക്ക് 1-2 പേരെയൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നവർ സംസാരിച്ച് ഞാൻ അവരോട് പരിചയപ്പെട്ടു. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, കുറച്ച് കഴിഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടാം, വേറെ കുഴപ്പമൊന്നുമില്ലടാ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം സുഭാഷും ജോലി സ്ഥലത്തിരുന്ന് ആലോചിക്കുകയാണ്, നിധി ആദ്യമായിട്ട് ജോലിക്ക് പോയ ദിവസമല്ലേ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം, ഭക്ഷണമൊക്കെ കഴിച്ചോന്ന്. അങ്ങനെ സുഭാഷ് വിളിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഏട്ടാ മോളെ, എങ്ങനെയുണ്ട് ജോലി, സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ഏട്ടാ, നന്നായിട്ടുണ്ട്. മോളെ, നീ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ഏട്ടൻ കഴിച്ചായിരുന്നോ? ഞാനിപ്പോൾ കഴിക്കാനിരിക്കുമോ മോളെ, അപ്പോഴാണ് നിൻ്റെ കാര്യം ഓർമ്മ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചത്. ശരി ഏട്ടോ, എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, മോൾക്ക് ജോലിയുള്ളതല്ലേ? അയ്യോ അത് സാരമില്ല ഏട്ടാ, ഇപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കുന്ന ടൈമാണ്, ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ടിരിക്കുന്നതാണ്. ശരി മോളെ, എന്തായാലും വച്ചോ എന്ന് പറഞ്ഞ് സുഭാഷും ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം സുധീഷ് ഇങ്ങനെ ആലോചിക്കുകയാണ്, നിധി പോയിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് വല്ലാത്ത ടെൻഷനാവുകയാണ് സുധീഷ്. അപ്പോൾ സുധീഷും വിളിക്കുന്നുണ്ട്, നിധി എന്തുണ്ട് വിശേഷം? നീ കയറിപ്പോയിട്ട് ഒന്നും അറിയാൻ പാടില്ല, അങ്ങനെയാണ് ഞാൻ വിളിച്ചത്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നിധി? എന്തു കുഴപ്പം സുധീഷേ, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ വൈകുന്നേരം അങ്ങ് വന്നോളാം. സുധീഷ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണോ, അതോ വീട്ടിൽ പോയോ? ഞാൻ പോയിട്ടില്ല നിധി, കുറച്ച് കഴിഞ്ഞ് പോവാന്ന് വിചാരിച്ചു. നിധി കയറിയിട്ട് ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അയ്യോ എൻ്റെ സുധീഷേ, ഇവിടെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. നിധി ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണം കേട്ടോ. അയ്യോ എൻ്റെ സുധീഷേ, ഒരു പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. നിധി അങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. രാജീവനൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു, നീ എങ്ങനെ ജോലിക്ക് പോവും, നിൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റുകളോ ഒന്നുമില്ല. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെടുകയാണ്. അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ നല്ല ഒരു ജോലിക്ക് പ്രവേശിച്ചു. എൻ്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടി. അതെല്ലാം സുധീഷിൻ്റെയും വീട്ടുകാരുടെയൊക്കെ ആ ഒരു സ്നേഹവും പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നിധിയുടെ കണ്ണൊക്കെ അങ്ങ് നിറയുകയാണ്. അതിനുശേഷം അടുത്തിരിക്കുന്ന 1-2 പേരുമായിട്ട് നിധി കൂട്ടാവുന്നുണ്ട്. അവരിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിധി എവിടെയാണ് വീട് എന്ന് പറയുമ്പോൾ എൻ്റെ വീട് തക്കലയാണ്. പിന്നെ എങ്ങനെയാണ് നിധി തിരുവനന്തപുരത്തേക്ക് വന്നത്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നിധി പറയുന്നുണ്ട്. അതിനുശേഷം ആ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താണ് കല്യാണമൊക്കെ കഴിഞ്ഞോ, എവിടെയാണ് വീടെന്ന് പറയുമ്പോൾ ആ കുട്ടിയും വിശേഷങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം നിധി ആലോചിക്കുകയാണ്, ഞാൻ അവരോട് കള്ളം പറഞ്ഞതല്ലേ, എൻ്റെ വിവാഹം കഴിഞ്ഞതും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സുധീഷിൻ്റെ വീട്ടിലേക്ക് വന്നതും ഒന്നും പറഞ്ഞില്ല. എന്നാലും സാരമില്ല, ഞാൻ കള്ളമൊന്നും അല്ലല്ലോ പറഞ്ഞത്, ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ, അങ്ങനെ എൻ്റെത് യഥാർത്ഥ വിവാഹമൊന്നും അല്ലായിരുന്നല്ലോ. നിധി അപ്പോൾ ബസ്സിലാണോ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് എന്നാ കുട്ടി ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അതെ ഞാൻ ബസ്സിലാണ് പോകുന്നത്. അയ്യോ എനിക്കാണെങ്കിൽ ഇവിടെ ഹോസ്റ്റൽ അടുത്താണ്, ഇറങ്ങുന്നതും ഉടനെ നമുക്കങ്ങ് ഹോസ്റ്റലിലേക്ക് കയറാം, പെട്ടെന്ന് എത്തും. ഇതിപ്പോൾ നിധിക്ക് യാത്ര ഒരുപാടുണ്ടല്ലോ.
ഓ അത് സാരമില്ലെന്നേ, കുറച്ച് ദൂരം ഏകദേശം 1 കിലോമീറ്റർ ഉള്ള ദൂരേ ഉള്ളൂ. അതിൽ നടന്നോ അല്ലെങ്കിൽ ഈ ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതിൽ പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അതൊന്നും എനിക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. ജോലി കിട്ടിയത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. അതിനുവേണ്ടി തന്നെയല്ലേ ഞാൻ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ രണ്ടുപേരും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിധി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് ആ ജോലി വിശേഷങ്ങളൊക്കെ സുഭാഷിനോടും സുധീഷിനോടും ഹരീഷിനോടും നികേഷിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഏട്ടത്തി കുറച്ച് സമയം മാറി നിന്നപ്പോൾ തന്നെ നമുക്കെന്തോ വല്ലാത്ത ബോറടി പോലെ. നിധിയും പറയുന്നുണ്ട്, ഒരുപാട് ദിവസം ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടേ എനിക്കും പോയപ്പോൾ നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.